എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും കക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്ന ഈ കാർട്ടൂണിൻ്റെ ഒരു ഇതിവൃത്തം. അതായത് PRD ഈ സർക്കാരിൻ്റെ സകല പരിപാടിക്കും PRD ഒരു മുഖ്യ ഘടകമാണ്. അതായത് ക്ഷേമ പദ്ധതികളോ പരിപാടികളോ ഒന്നും നടന്നില്ലെങ്കിലും തള്ളിന് ഒരു കുറവുമില്ല. ഈ തള്ളിനാണ് ഈ PR ഏജൻസികളെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അന്ന് ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പം ഒരു PR ഏജൻസി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ PR ഏജൻസി പത്രത്തിൽ കൂടെ വരുത്തി എന്നൊക്കെ ഉള്ള വിവാദം നമ്മൾ കേട്ടിരുന്നു. ഇപ്പം ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത് കോടികൾ ഈ PR വർക്കുകൾക്ക് വേണ്ടിയിട്ട് കോടികളാണ്, ലക്ഷങ്ങൾ ഈ സർക്കാർ ഒഴുക്കുന്നത്. അതായത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ പൈസ ഇല്ലെങ്കിലും ആ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഗിമ്മിക്കുകളാണ് ഈ PR വർക്കുകൾ എന്നത്. അതായത് സാക്ഷാൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പോലും PR വർക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. വനിതാ വികസന കോർപ്പറേഷന് PR വർക്ക്, ഇവിടുത്തെ വനിതാ വികസനത്തിനെ പറ്റി നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ഒരു സാധു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ അവർക്ക് CBI അന്വേഷണം, അവർക്ക് ഇവിടുത്തെ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് CBI അന്വേഷണം നടത്താനുള്ള ഒരു ആഗ്രഹം കോടതിയിൽ പറഞ്ഞിട്ട് അതിനുപോലും വെള്ളങ്ങടിയായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും പാർട്ടിയുമാണ് ഇത്. പിന്നെ 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 നമുക്ക് ഇപ്പോൾ അറിയാം, ഈ സമീപകാലത്താണ് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ടമാനം കൂട്ടിയത്. അത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണം മന്ത്രി മന്ത്രി പറഞ്ഞത് ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മന്ത്രിയും സർക്കാരും അറിയണമെന്നില്ല എന്നാണ്. പാവം ഇയാൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറിൻ്റെ കണക്ക് എന്തിനാണ് ഈ മന്ത്രിസഭയെ കടിച്ചു തൂങ്ങി കസേരയെ കുത്തി ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ജനങ്ങളെ ബാധിക്കുന്ന ഈ കറണ്ട് ചാർജ് വർധന എന്നുള്ള സീരിയസ് ആയ കാര്യത്തിന് പോലും സർക്കാരിനും മന്ത്രിക്കും അതിനകത്തൊന്നും അറിയത്തില്ല. അതൊന്നും അവർ ഇടപെടേണ്ട കാര്യമല്ല എന്ന് പറയുന്ന ഒരു മന്ത്രി എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് നമ്മൾ സാധാരണക്കാർ ചോദിക്കുന്നത്. പിന്നെ സാമ്പത്തിക ഞെരുക്കം കാരണം പദ്ധതികൾ വെട്ടി തുടങ്ങി. കർഷകരെയും ഈ BPL കുടുംബങ്ങളെയും ബാധിക്കുന്ന പദ്ധതികളാണ് മുക്കാലും വെട്ടി തുടങ്ങി. പക്ഷേ ഈ PR ഏജൻസിയുടെ ഫണ്ടിന് മാത്രം ഒരു വെട്ടിത്തിരുത്തുമില്ല, വെട്ടലും കുറയ്ക്കലും ഒന്നുമില്ല. ഈ പദ്ധതികൾ വെട്ടിത്തുടങ്ങിയാലും, കർഷകരുടെ പദ്ധതികൾ വെട്ടിത്തുടങ്ങിയാലും, BPL കുടുംബങ്ങളുടെ പദ്ധതികൾ വെട്ടിയാലും അത് ജനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള പദ്ധതിയായ PR വർക്കിന് ഒരു കുറവും വരുത്തത്തില്ല. ഈ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. PR വർക്കാണ് പ്രധാനം. നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്കാണ് വലിയ ഹോർഡിങ്സൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള വലിയ ഹോർഡിങ്സുകൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വെച്ചിരുന്നു. അതേപോലെ പത്രത്തിൽ കൂടെയുള്ള തള്ള് ഇപ്പോഴും ഒരു കരുതലും കൈത്താങ്ങുമെന്നും പറഞ്ഞൊരു തള്ളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. ഉമ്മൻചാണ്ടി അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ് പരിപാടി ഉണ്ടാക്കി എല്ലാ ജില്ലകളിലും നടന്ന് ജനങ്ങളുടെയൊക്കെ ഒന്ന് പരാതി മേടിച്ച് അത് പരിഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എല്ലാ ഓഫീസർമാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ചെയ്യേണ്ട പണിയാണ്, ഈ മുഖ്യമന്ത്രി അത് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പം AC ബസ്സിൽ നിന്നും ഒക്കെ ഇറങ്ങിയിട്ട് ഇപ്പം താലൂക്ക് തോറും കരുതലും കൈത്താങ്ങും കൊണ്ട് നടക്കുകയാണ്. ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന കൈത്താങ്ങ് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ശരിക്കും കൈകൊണ്ട് താങ്ങുക തന്നെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഒരു നാണമില്ലാതെ പിന്നെ ഇതും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ PR വർക്കിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ കാർട്ടൂണും. PR വർക്ക് സർക്കാരിൻ്റെ യഥാർത്ഥ വർക്ക് എന്ന് പറയുന്നത് PR വർക്കിലായിട്ട് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു. ഇവരുടെ ദൂർത്തും PR വർക്കുമാണ് ഇവിടെ നടക്കുന്നത്. ഈ PR വർക്കിനെ കുറിച്ചിട്ടുള്ള ഈ കാർട്ടൂണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് PR ഏജൻസികളാണ് ഈ ആന. PR ഏജൻസിയുടെ പുറത്ത് ഈ പാവപ്പെട്ട ദരിദ്രവാസി ഈ കോരനെയും കൊണ്ട് നടക്കുകയാണ് സർക്കാർ ആലവട്ടവും പഞ്ചാവരവും ഒക്കെ ആയിട്ട്. അവൻ്റെ ശരിക്കുള്ള ഒരു ദാരിദ്ര്യ
മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നില്ല. ഈ പി ആർ വർക്ക് മാത്രമാണ് നടക്കുന്നത്. പി ആർ വർക്കുകൾ പുറകെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സാക്ഷാൽ പി ആർ ഡിക്ക് പോലും പി ആർ വർക്കാണെന്നാണ് ഇന്നത്തെ വാർത്ത കിടക്കുന്നത്. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം, നമുക്ക് വയലിലോട്ട് കിടക്കാം. കാട്ടും കഴിഞ്ഞിട്ടുണ്ട്. പി ആർ വർക്കിൽ തിളങ്ങുന്ന കേരളം. കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികളൊന്നും ഇല്ലെങ്കിലും പി ആർ വർക്കിന് ഒരു കുറവുമില്ല. പി ആർ വർക്കിലാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ആഴ്ച ഇതിൽ നിന്ന് ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.